ഹലോ ഗൈസ്, തലയൊന്ന് ചെറുതായിട്ട് മുട്ടയടിച്ചായിരുന്നു. പക്ഷേ ആ കാര്യം പറയാൻ വേണ്ടിയല്ല ഞാനിവിടെ വന്നത്. എൻ്റെ കയ്യിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന റെഡ്മിയുടെ നോട്ട് 10S എന്ന് പറയുന്ന ഈ ഫോണുണ്ട്. ഈ ഫോണിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത്. പഴയ ഫോണിൽ നിന്ന് പുതിയ ഫോണിലോട്ട് നമ്മൾ കൺവേർട്ട് ആകുമ്പോഴത്തേനും നമുക്ക് ആ പഴയ ഫോണുമായിട്ട് കിട്ടുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് ആ പഴയ ഫോൺ പെട്ടെന്ന് വിട്ട് കളയാനൊന്നും തോന്നത്തില്ല. ആ ഒരു സംഭവം അത് വല്ലാത്തൊരു സംഭവമാണ്. ഈ ഫോണിനെ സംബന്ധിച്ച് ഈ ഫോൺ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി 2021 ഞാൻ ഈ ഫോൺ എടുക്കുന്നത്. 2021 എടുക്കുന്ന സമയത്ത് അന്നത്തെ സമയത്ത് ഗെയിമേഴ്സ് എല്ലാം എടുത്തുകൊണ്ടിരുന്നത് സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫോണുകളായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ അറിയാതെ കയറി ഒരു മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G95 ചിപ്സെറ്റ് വരുന്ന ഈ ഒരു ഫോൺ എടുക്കുകയും അയ്യോ അത് മണ്ടത്തരമായല്ലോ എന്ന് ചിന്തിച്ച് ഇരിക്കുമ്പോഴാണ് ഈ ഫോൺ നമുക്ക് തരുന്ന ഈ ഫോണായിട്ട് ഇടുന്ന ഒരു എഫേർട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഈ ഫോണിൽ ഞാൻ കളിക്കാത്ത ഗെയിമുകളായിട്ട് ഒന്നുമില്ല. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡിൽ ആ ഒരു കാലത്ത് ഇറങ്ങിയിരിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഫോണായിരുന്നു. അതായത് 17,000 സംതിങ് പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു ഫോണായിരുന്നു ഈ ഒരു റെഡ്മി നോട്ട് 10S എന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒന്ന് താഴെ പോയിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ പോയി. പിന്നെ LCD ഡിസ്പ്ലേ ഇട്ടിട്ട് അതങ്ങോട്ട് ശരിയായില്ല. പിന്നെ ഇടയ്ക്ക് പ്രശ്നങ്ങളും വരികയും ചെയ്തു. പിന്നെ ഇതങ്ങോട്ട് സ്മൂത്തായിട്ട് വർക്കും ആയില്ല. പിന്നെ ഈ ബാറ്ററി ബൾജ് ചെയ്തു. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കണ്ടാൽ അറിയാം, ഞാൻ ഭയങ്കര റഫ് യൂസ് ആയിരുന്നു ഈ ഫോൺ. എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ എന്തായാലും ഒരു 5 ഔട്ട് ഓഫ് 5 റെഡ്മിയുടെ നോട്ട് 10S എന്ന് പറയുന്ന ഈ ഫോണിന് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും കാണും ഇതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിച്ച ഫോണിനെ കുറിച്ച് പറയാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിച്ച ഏത് ഫോണാണെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.